ചോരയിൽ വിഷം കയറാൻ ഇത് കുടിച്ചാൽ മതി. പാലും കുറച്ച് നാരങ്ങയും മിക്സ് ചെയ്ത് കുടിക്കുന്നത് കണ്ടാൽ നമ്മുടെ നാട്ടിൽ പലരും പറയുന്നത് അങ്ങനെയാണ്. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? നമുക്കൊന്ന് നോക്കാം. നമ്മുടെ നാട്ടിൽ പാലും നാരങ്ങയും തമ്മിൽ ചേർക്കാൻ നല്ല പേടിയാണ്. ഇത് രണ്ടും തമ്മിൽ ചേരില്ല, ഫുഡ് പോയിസൺ ആവും എന്നൊക്കെയാണ് പറയാറ്. സ്കിൻ പ്രശ്നങ്ങൾ മുതൽ ബ്ലഡിൽ ടോക്സിൻസ് വരെ ഉണ്ടാവുമെന്ന് നമ്മളിൽ പലരും വിശ്വസിക്കുന്നുണ്ട്. പാല് പിരിയുന്നത് കണ്ടാൽ നമ്മൾ പേടിക്കും. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിരിയുന്ന പാല് തന്നെയാണ് നമ്മൾ ചീസ്, യോഗേർട്ട്, പനീർ എന്നിവയെല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നമുക്കിതൊക്കെ വളരെ ഇഷ്ടമാണ്. പിന്നെ എന്തുകൊണ്ടാണ് പാല് പിരിയുന്നത് കണ്ടാൽ മാത്രം നമ്മൾ ഇത്ര പേടിക്കുന്നത്? നാരങ്ങാനീര് കാരണം പാല് കേടുവരികയല്ല, അതിൻ്റെ സ്ട്രക്ചർ മാറുകയാണ് ചെയ്യുന്നത്. അതായത് നാരങ്ങയിലെ ആസിഡ് കാരണം മിൽക്ക് പ്രോട്ടീൻസ് കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. ഒരു രസകരമായ കാര്യം കൂടിയുണ്ട്. പാല് വയറ്റിൽ ചെല്ലുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് ആസിഡ് ഇത് തന്നെയാണ് ചെയ്യുന്നത്. സെക്കൻഡുകൾ കൊണ്ട് പാല് പിരിയും. അത്രയ്ക്ക് സ്ട്രോങ് ആണ് നമ്മുടെ സ്റ്റൊമക്ക് ആസിഡ്. അത് മാത്രമല്ല, ഇങ്ങനെ പിരിഞ്ഞാൽ മാത്രമേ നമ്മളെ ബോഡിക്ക് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പാല് കുടിക്കുന്നത് പ്രശ്നമില്ലെങ്കിൽ, അതായത് ലാക്ടോസ് ഇൻടോളറൻസ് ഇല്ലെങ്കിൽ, നിങ്ങൾ പാല് പിരിയുന്നത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് കുടിച്ചിട്ട് വയറിന് എന്തെങ്കിലും അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ അത് വിഷമായതുകൊണ്ടല്ല. കൂടുതൽ ആസിഡും ഹെവി പാലും ശരീരത്തിൽ ചെല്ലുമ്പോൾ അത് ദഹിപ്പിക്കാൻ ശരീരം കൂടുതൽ പണിയെടുക്കേണ്ടി വരും. ചില ആളുകൾക്ക് ഗ്യാസ് അല്ലെങ്കിൽ ഇൻഡൈജഷൻ ഉണ്ടാകും. ചുമ്മാ പേടിക്കാതെ ലോജിക്ക് വെച്ച് ചിന്തിക്കാം.